ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് വളരെ സ്പെഷ്യലായൊരു ദിവസമാണ്. ബിക്കോസ് എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ദുബായിലുള്ള ഡീപ്പസ്റ്റ് പൂൾ ഇൻ ദ വേൾഡ് ഒന്ന് എന്താ പറയുക ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളത്. ബിക്കോസ് മാൽദീവ്സിൽ തന്നെ 2 പ്രാവശ്യം ഐ വെന്റ് ഫോർ സ്ക്യൂബ ഡൈവിങ് എന്ന് പറയുന്നത് ഞാൻ പണ്ട് മുതലേ എല്ലാവരോടും പറയുന്നതായിരുന്നു. എൻ്റെ കോർ മെമ്മറിയിൽ എപ്പോഴും ഉണ്ടായിരിക്കുന്ന ഒരു ഇവൻ്റ് ആയിരിക്കും വിച്ച് ഐ എക്സ്പീരിയൻസ്ഡ്. അപ്പോൾ അതേപോലെ തന്നെയാണ് അശ്വിനും. ഞാൻ സ്ക്യൂബ ഡൈവിങ്ങിന് കൊണ്ടുപോയപ്പോഴത്തേക്കും അയാൾ ഇപ്പോൾ എവിടെ പോയാലും ആരെങ്കിലും സ്ക്യൂബ ഡൈവിങ്ങിനെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ എന്നെക്കാൾ സംസാരിക്കും അയാൾക്കും ഭയങ്കര ഒരു എന്താ പറയുക ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് സ്ക്യൂബ ഡൈവിങ്ങിനെ പറ്റി സംസാരിക്കുമ്പോൾ. ഐ മീൻ ഹി ഡസൻ നോട്ട് ടു സ്വിം. അയാൾക്ക് വെള്ളം പേടിയായിരുന്നു, പക്ഷേ എന്നിട്ടും ഹി ടുക്ക് ദ കറേജ് ആൻഡ് ഹി ജംപ്ഡ് വിത്ത് മീ ഇൻ ടു ദ സീ ദാറ്റ് ഡേ. അപ്പോൾ അതിനുശേഷം പുള്ളിക്കാരൻ പറഞ്ഞത് അന്ന് ഞാൻ ചാടാൻ കുറച്ച് വൈകി പേടിച്ചിട്ട്. അപ്പോൾ ആ ഒരു പേടി സത്യം പറഞ്ഞാൽ ഞാൻ 5 മിനിറ്റ് ഒന്ന് മാറ്റി വെച്ചെങ്കിൽ എനിക്ക് 5 മിനിറ്റ് എക്സ്ട്രാ കടലിൻ്റെ അടി കിട്ടിയേനെന്നാണ് ഇപ്പോഴും അയാൾ പറയുന്നത്. സോ ഇന്ന് നമ്മൾ പോകുന്നത് ഡീപ്പസ്റ്റ് പൂൾ ഇൻ ദ വേൾഡ് വിച്ച് ഇസ് ലൈക്ക് അറൌണ്ട് 200 feet ഡെപ്ത് ഉള്ള പൂളാണ്. നമ്മളെ 40 feet വരെയാണ് അതിനകത്ത് കൊണ്ടുപോകുന്നത്. അതൊരു സങ്കൺ സിറ്റി ഓർ ഒരു സങ്കൺ ഷിപ്പോ അങ്ങനത്തെ എന്തൊരു സാധനം പോലെയാണ് അതിനകത്തൊരു ആർക്കിടെക്ചർ പരിപാടി നടക്കുന്നത്. അപ്പോൾ അതിനകത്തുള്ള വീഡിയോസ് നമ്മൾ പേയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. സോ ഐ എം നോട്ട് ഷുവർ അബൌട്ട് അത് എന്ത് ടൈപ്പ് ഓഫ് വീഡിയോസ് ആണെന്ന് അത് അവിടെ ചെന്നേ അറിയാൻ പറ്റത്തുള്ളൂ. സോ ബിഫോർ ഐ ഗെറ്റ് ഇൻ ടു ദ വ്ളോഗ്, നമ്മളെ ഈ ട്രിപ്പിനെ കൊണ്ടുവരാനും ഈ ഒരു എന്താ പറയുക ഇത്രയും ഒരു പ്രീമിയം ആയിട്ടുള്ളൊരു പാക്കേജ് നമുക്ക് സെറ്റ് ചെയ്ത് തന്നതും ബെന്നീസ് റോയൽ ടൂർസ് ആണ്. ഇവർ എറണാകുളത്താണ് ആദ്യം വന്നത്, ഇവരുടെ ഒരു ബ്രാഞ്ച്. അതിനുശേഷം ട്രിവാൻഡ്രത്ത് വന്നിട്ട് ഇപ്പോൾ ഒരു ഫ്യൂ മന്ത്സേ ആയിട്ടുള്ളൂ. ട്രിവാൻഡ്രത്ത് നമ്മുടെ SP ഗ്രാൻഡേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, എവിടെയാണ് തമ്പാനൂറിൻ്റെ അടുത്ത്, അവിടെ ആയിട്ടാണ് ഇവരുടെ ലൊക്കേഷൻ ഓഫീസിൻ്റെ. അപ്പോൾ ബെന്നി ചേട്ടനെ ഞാൻ കുറച്ച് കാലം മുന്നേ നമ്മുടെ കടൽ മച്ചാൻ നിങ്ങൾക്ക് എല്ലാവർക്കും മലയാളികൾക്ക് അറിയായിരിക്കും. പുള്ളിക്കാരൻ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു യൂട്യൂബറാണ്. പുള്ളിക്കാരൻ്റെ യൂട്യൂബ് ചാനലിലൂടെയും പിന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിലൂടെയാണ് ഞാൻ ബെന്നി ചേട്ടൻ ആദ്യമായിട്ട് കാണുന്നത്. ഈ ബെന്നി റോയൽ ടൂസിൻ്റെ ആളാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അങ്ങനെയാണ് ഞാൻ അവരെ കോൺടാക്ട് ചെയ്യാനൊരു ഇട വന്നത്. ബിക്കോസ് കടൽ മച്ചാൻ്റെ തായ്ലൻഡിലുള്ള ട്രിപ്പ് പുള്ളിക്കാരൻ്റെ അമ്മയുടെ കൂടെ ഉള്ള ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു വീഡിയോസൊക്കെ. അത്യാവശ്യം നല്ല പ്രീമിയം പാക്കേജ് ആയിരുന്നു. അപ്പോൾ ഞാൻ പല പ്രാവശ്യം പല ട്രിപ്പും പോകുമ്പോൾ പുതിയ ടൂർ പാക്കേജ് ആയിട്ട് ലിങ്ക് ചെയ്യാനാണ് ഞാൻ ട്രൈ ചെയ്യാറുള്ളത്. ബിക്കോസ് ഐ വോണ്ട് ടു ട്രൈ ആൻഡ് എക്സ്പീരിയൻസ് എല്ലാവരുടെയും ഒരു പാക്കേജ് കിട്ടി. ആൻഡ് ദിസ് ടൈം ഐ വെന്റ് വിത്ത് ബെന്നി റോയൽ ടൂർസ്. അപ്പോൾ എനിക്ക് ടു ബി വെരി ഫ്രാങ്ക് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അവരുടെ ഒരു the way they contact, the way they communicate with us എല്ലാം നമുക്ക് വളരെ എളുപ്പമാക്കി. ഇപ്പം ഇന്ന് തന്നെ നമ്മുടെ ഡീപ്പ് ഡൈവിന് തൊട്ട് മുന്നേ തലേന്നായിട്ട് കറക്റ്റ് അതിൻ്റെ വൗച്ചേഴ്സ് കാര്യങ്ങൾ നമ്മൾ ഇന്നിവിടെ എത്ര മണിക്ക് പിക്ക് ചെയ്യാൻ വരും, എത്ര മണിക്ക് നിങ്ങളുടെ ഇവിടെ നിന്ന് ഇറങ്ങണം എന്നൊക്കെ ഉള്ള ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു സംഭവമാണ് അവർക്ക് സെറ്റാക്കി തന്നിട്ടുള്ളത്. അപ്പോൾ ഐ വാസ് വെരി സാറ്റിസ്ഫൈഡ് വിത്ത് ദോസ് സർവീസ്. നാളെയുള്ള ആക്ടിവിറ്റീസും മറ്റന്നാളുള്ള ആക്ടിവിറ്റീസും എല്ലാം അവർ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതെല്ലാം ഞാൻ അടുത്ത വ്ളോഗിലായിട്ട് ഞാൻ സംസാരിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ എന്തായാലും ബെന്നി റോയൽ ടൂസിൻ്റെ പേജിൻ്റെ ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാകും. ഓഫ്കോഴ്സ് ഇതിൽ വീഡിയോയിൽ നിങ്ങൾക്ക് അതിൻ്റെ ടാഗും കാണാൻ പറ്റും. സോ ഡു ചെക്ക് ഔട്ട് ദ പേജ്. അവർ എല്ലാ പ്രീമിയം പാക്കേജാണ് ഡീൽ ചെയ്യുന്നത്. പുള്ളിക്കാരൻ ബെന്നി ചേട്ടൻ ഇപ്പോൾ കറൻ്റ്ലി അന്റാർട്ടിക്കയിലാണ് വിത്ത് നമ്മുടെ ലാൽ ജോസ് സാറും അങ്ങനെ ഒട്ടേറെ എന്താ പറയുക പോപ്പുലർ ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെയാണ് പുള്ളിക്കാരൻ ഗ്രൂപ്പായിട്ട് ട്രാവൽ ചെയ്യുന്നത് പലപ്പോഴും. സോ ഹീസ് ഇൻ അന്റാർട്ടിക്ക റൈറ്റ് നൗ. സോ അല്ലെങ്കിൽ പുള്ളിക്കാരൻ ഉറപ്പായിട്ടും നമ്മളെ ദുബായിലോട്ട് വന്നേനെ, നമ്മുടെ കൂടെ ഉറപ്പായിട്ടും വരാമെന്ന് പുള്ളിക്കാരൻ പറഞ്ഞായിരുന്നു. എനിവേസ്, അപ്പോൾ നമുക്ക് നമ്മുടെ വ്ളോഗിലേക്ക് കിടക്കാം. നമ്മുടെ ഒരു ഡ്രൈവർ ചേട്ടനുണ്ട്, ബൽരാജ് എന്നാണ് പുള്ളിക്കാരൻ്റെ പേര്. പുള്ളിക്കാരൻ താഴെ 12 o'clock നമ്മൾ പിക്ക് ചെയ്യാൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഐ ഹാവ് ടു റൺ. സോ കാറിനകത്ത് കയറിയതിന് ശേഷം കാണാം. ബൈ. பேக் சைடுல இருந்து பார்க்கும்போது ஏதாவது உங்களுக்கு தெரியுதா? இல்ல என்ன பாருங்க. இல்ல ஏசுநாதர் சிலுவை இருக்குல்ல, ஆமா, அதை போட்டு விட்டு போயிட்டான் இன்ஜினியர். ஐயோ இந்த ஹோட்டல் എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല എന്താണ്. ഓ ആ ടോപ്പ് ഏരിയയോ? பேக் சைடு ബാക്ക് இங்க സൈഡ് இருந்து இல்ல, இங்க இருந்து பார்க்கும்போது ஒண்ணும் ஒண்ணும் ஏசுநாதர் சிலுவை இருக்கு தெரியுமா? ஆமா, அது வரை குரிஷிலே அது குரிஷிலே இட்டுட்டு போய் ஐயோ இது இடிக்கி சொல்லி பயங்கர பிரச்சனை ஆச்சு 30 years முன்னாடி. இதனாலதான் இந்த ஏரியால வந்து யூரோப்பியன்ஸ் அதிகமா இருக்காங்க. ஜிமேரான்னு சொன்னாலே வந்து யூரோப்பியன்ஸ் தான் அதிகமா இருப்பாங்க. அதான் தெரியுதுல, பிளஸ் மாதிரி போட்டு இடையில ஒரு இது போட்டிருக்காங்கல்ல. ஆமாமா, ஓகே. இது வந்து கட்டி முடிக்கிற வரைக்கும் எதுவுமே தெரியல. கடல் சைடு வந்து பார்க்கும்போது தான் அதுல ஒரு சிலுவை இருக்கிறது அப்படியே தெரிஞ்சுச்சு. അപ്പുറത്തുനിന്ന് കണ്ണെടുക്ക
മെസ്മറൈസ്ഡ് ആയിക്കാണ്. ഇന്നലത്തെ വ്ളോഗിൽ എടുത്തിട്ടുണ്ട് ആ പോർഷനൊക്കെ. കാണാൻ പറ്റുള്ളൂ, 2 ദിവസം കൂടെ ഉള്ളൂ. വർഷം വന്ന് 20 வருஷம் ஆச்சு. ഓക്കെ. ഫാമിലി தான் இங்க சிட்டிசன்ஷிப் கிட்டிட்டு இல்ல. இங்க 50 வருஷம் இருந்தாலும் சிட்டிசன்ஷிப் கிடைக்காது. இங்க எக்ஸ்பென்ஸ் கூடுதல். இங்க உள்ள லோக்கல்ஸ்க்குலாம் கவர்மெண்ட் ஹாஸ்பிட்டல் ஃப்ரீ, கவர்மெண்ட் ஸ்கூல் ஃப்ரீ. ஆனால் புறத்திருந்து ஒரு ஆட்களுக்கு எல்லாமே பே தான் பண்ணணும். மெடிக்கலில் ரொம்ப எக்ஸ்பென்ஸு, ஸ்கூல்லையே எக்ஸ்பென்ஸு. ஒரு 10,000 சேலரி வாங்கினா இங்கே ஃபேமிலி அப்படியே இருக்கலாம். ஆனால் எதுவும் இன்கம் இருக்காது, எல்லாம் செலவுலேயே போயிடும். ഇങ്ങനെ 2 പേരും. നമ്മുടെ ഹോട്ടൽ ഓൾമോസ്റ്റ് എത്താറായി. അപ്പം നമ്മൾ ഹോട്ടൽ എത്തുന്നതിന് മുന്നേ ആയിട്ട് പോയി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മളിവിടെ ഒരു മാലിക് റെസ്റ്റോറൻറ്റ്, അതൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റാണ്, കേരള റെസ്റ്റോറൻറ്റ്. അപ്പം നമ്മൾ അവിടെ പോയി ഫുഡ് കഴിച്ചിട്ട് ഹോട്ടൽ നേരെ തൊട്ടപ്പുറത്ത്, വാക്കിംഗ് ഡിസ്റ്റൻസ് പോലെ തൊട്ടപ്പുറത്താണ്. സോ ഫുഡ് കഴിക്കുന്ന ഫുഡൊക്കെ ഒന്ന് ഓർഡർ ചെയ്യട്ടെ, എന്നിട്ട് കാണാം. എന്താ ബിരിയാണി? അതാണ് സേഫ് ആക്ച്വലി. സാമ്പാർ ഒരു പുതിയായി ആലോചിച്ചപ്പോ ഞാൻ കഴിക്കുന്ന എന്താ ഫീൽ ആവുമല്ലേ? ഞാൻ ഒന്നും ഒരു റിസ്കിനും ഇല്ല. ഞാൻ മീൽസ് ഫുഡ് ഓർഡർ ചെയ്യാം. അയ്യോ എന്നെ കാണാൻ പറ്റത്തില്ല, എല്ലാം പോകാം. അല്ല, അത് ക്യാമറ പിന്നെ ബാക്ക് ലൈറ്റ് അല്ലേ, പുകമണ്ഡലമായി. ഇത് മാലയൊക്കെ ഇട്ട് പോകണം. മാലിക്കാണ് ഞാൻ. എൻ്റെ ചോറും കറിയും ഒക്കെ വന്നിട്ടുണ്ട്. ഞാൻ ഫിഷിൻ്റെ ഒരു ഗ്രിൽ ഐറ്റമാണ് പറഞ്ഞത്. കണ്ടിട്ട് കൊള്ളാമെന്നാണ് വിശ്വാസം. അശ്വിൻ്റെ ബിരിയാണി, അടിപൊളി ബിരിയാണി. ഫിഷ് ഒന്ന് കഴിച്ച് നോക്കട്ടെ. ചൂട് അയ്യോ ചൂട് നാരങ്ങ കൂടെ പിഴിഞ്ഞു അപ്പൊ പക്ക. നമ്മുടെ ഏഷ്യാന ഹോട്ടൽ എത്തിയിട്ടുണ്ട്. ஃபைவ் ஸ்டார் ஹோட்டல். ஆமா 5 ஸ்டார் தான். കൊള്ളാല്ലേ? Okay, junior suite room. Beautiful. ഓക്കെ, അപ്പം നമ്മൾ നേരെ നമ്മുടെ ഡീപ്പ് ഡൈവിൻ്റെ അങ്ങോട്ട് പോവുകയാണ്. താഴെ നമുക്ക് ബൽരാജ് ചേട്ടൻ, യെസ്, പുള്ളിക്കാരൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഇനി താഴെ ചെന്ന് ഡീപ്പ് ഡൈവിൻ്റെ ലൊക്കേഷനകത്തൊക്കെ കയറി എത്രത്തോളം വീഡിയോ കവർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം അതിനകത്ത് അണ്ടർ വാട്ടർ എടുത്തു തരുന്ന അവരാണ്. അപ്പോൾ അതിന് ആ ഓഫീസിനകത്ത് കയറി എത്രത്തോളം എനിക്ക് എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. ബട്ട് ആസ് മച്ച് ആസ് ഐ ക്യാൻ കവർ. സോ ഡീപ്പ് ഡൈവ് ലൊക്കേഷൻ എത്തിയതിന് ശേഷം കാണാം. ബൈ. ഡീപ്പ് ഡൈവ് ദുബായ് എത്താറായിട്ടുണ്ട്. ആ കാണുന്ന ബിൽഡിംഗ് ആണോ? അതുപോലെ അതിൻ്റെ അടുത്ത് സ്പോർട്സ് ക്ലബ്. ഓ, അശ്വിൻ എക്സൈറ്റഡ് ആണ്. പേടി അടുത്ത തറയപ്പോ തുടങ്ങി. താല കുറച്ച് മുന്നേ ഒരു പേടിയില്ല എന്ന് പറഞ്ഞേ, ശബ്ദമൊക്കെ മാറി തുടങ്ങി. അയ്യോ, ഇവിടെ മൊത്തം മഴയായി, വെള്ളം കെട്ടി കിടക്കുവാണ്. നമ്മുടെ നാട്ടിൽ പോലും ഇത്രയും വെള്ളം കെട്ടിക്കിടന്ന് ഞാൻ കണ്ടിട്ടില്ല. ഇടയിലിടയിൽ ചില പോയിന്റ്സിലായിട്ടാണ് സൺ റേസ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പൊ നല്ല ക്ലൗഡി എഫക്റ്റ് ആയിരിക്കാണ് ഇവിടെ. ഇത് നല്ലൊരു ടൂറിസ്റ്റ് സ്പോട്ട് അല്ലേ, പിന്നെ എന്തുകൊണ്ടായിരിക്കും വരാത്ത? റേറ്റ് അധികം. സ്വിം പண்றதுக்கு ஒரு சில பேருக்கு. ഓ,
നമ്മുടെ ചേട്ടൻ ഹായ് പറഞ്ഞോളൂ. നമ്മുടെ പേരും ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ തന്നെ ഉണ്ട്. അത് കേട്ടപ്പോൾ സന്തോഷം കിട്ടില്ലേ? ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ എന്തായാലും ബുക്ക് ചെയ്തിട്ടുണ്ടെന്നൊരു സമാധാനമായി. ഇല്ലെങ്കിൽ ഇവിടെ ആരും ഇല്ല, പൊക്കോളം പറഞ്ഞേ. തീയാന്നൊന്നും ഇവിടെ പേരൊന്നും ഇല്ല, പൊക്കോ. ഇവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്രയും ക്രൗഡോ ഒന്നുമേ ഇല്ല. ഒരാളില്ലാത്ത സ്ഥലമാണ്. കുറെ പേർക്ക് ഇതിനെ കുറിച്ച് അറിയില്ല ഇപ്പോഴും. അതിപ്പോ നമ്മുടെ ബ്ലോഗിലൂടെ അറിഞ്ഞോളും. പ്ലസ് ഇത് കുറച്ച് ഐ തിങ്ക് ടു ദ എക്സ്പെൻസീവ് സൈഡ് ആണ്. പ്ലസ് പലർക്കും ഈ സ്വിമ്മിങ് സംഭവം ഒരു ടെൻഷൻ ഉള്ളത് കൊണ്ട്, കാരണം നമ്മൾ സ്ക്യൂബയ്ക്ക് പോലും അധികം പേരൊന്നും കാണില്ലല്ലോ, അകപ്പാട് എണ്ണി പറക്കി 8 പേരല്ലേ കാണത്തുള്ളൂ. അപ്പൊ സ്വിമ്മിങ് ടെൻഷൻ ഉള്ളവർ പലരും ഇതിന്റെ ഡെപ്ത് ഒക്കെ ആലോചിച്ചിട്ട് വരാറില്ല. ബട്ട് ഐ വുഡ് പേഴ്സണലി സേ ഒന്ന് ട്രൈ ചെയ്യണം നിങ്ങൾ. ബിക്കോസ് അശ്വിൻ ബേസിക്കലി എക്സ്പേർട്ട് സ്വിമ്മർ അല്ല, സ്വിമ്മറേ അല്ല, സ്വിമ്മിങ് ഒന്നും വലിയ അറിയാത്ത ഒരാളാണ്. പക്ഷെ എന്നിട്ട് അശ്വിൻ സ്ക്യൂബ എന്ത് നല്ല പോലെ ഇറ്റ് വെന്റ് സോ ഗുഡ് ഫോർ യു നോ. അപ്പൊ കടലിൽ പോകാൻ പറ്റിയ ഒരാൾക്കാണെങ്കിൽ പൂൾ ഇസ് മച്ച് ഈസിയർ. അപ്പൊ അശ്വിൻ ആ ധൈര്യത്തിലാണ് ഇരിക്കുന്നത്. കടലിൽ ഞാൻ ജോളി ആയിട്ട് പോയിട്ട് വന്നു, അപ്പൊ പിന്നെ ഇവിടെ പേടിക്കാൻ വേണ്ടെന്നുള്ളതിലാണ് ഇരിക്കുന്നത്. സോ ഐ വുഡ് സേ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഒരു വൺസ് ഇൻ എ ലൈഫ് ടൈം വരുമ്പോൾ സ്കൈ ഡൈവ് ട്രൈ ചെയ്യുന്ന പോലെ ഇതും ട്രൈ ചെയ്ത് നോക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ഓ ഇവിടെ അകത്തെത്തി. ഓ ഇവിടെ നോക്കിയാലും ബുർജ് ഖലീഫ കാണാം. ഇത് ഏത് മൂലയിൽ നിന്ന് നോക്കിയാലും ആ സാധനം കാണാം. Dive into another world. Deep dive Dubai. വേൾഡ് റെക്കോർഡ് அந்த டீப்பா. ஆமா. World's biggest pool. Oh, so pretty. Yeah, madam. അശ്വിൻ എക്സൈറ്റഡ് ആണോ? ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞാൻ ആക്ച്വലി എക്സൈറ്റഡ് ആണ്. എനിക്ക് ഇവിടെ വന്നപ്പോൾ എക്സൈറ്റ്മെന്റ് കുറച്ചുകൂടെ കൂടിയല്ലേ? എനിക്കൊന്ന് ചാടിയാ മതി എന്നുള്ളൊരു ടൈം. ചാടിയാൽ മതി, പക്ഷെ ഇച്ചിരി പേടിയുണ്ട്. ടു ബി വെരി ഓണസ്റ്റ്, പേടിയുണ്ടല്ലോ. എനിക്ക് സ്വിമ്മിങ് അറിയത്തില്ല, എനിക്ക് പാനിക് ആവും ഞാൻ വെള്ളം കണ്ട. പക്ഷെ എനിക്ക് എല്ലാം ഇതൊക്കെ ചെയ്യണത് ഭയങ്കര ആഗ്രഹമാണ്. അതുകൊണ്ട് ഞാൻ യു ആർ വെൽക്കം. താങ്ക് യു. യു ഷുഡ് താങ്ക് ബെന്നി റോയൽ ടൂർസ് ഓൾസോ. അവരെ കാരണം നടന്നത്. അതെ ബെന്നി ചേട്ടനാണ് ഇതൊക്കെ പ്ലാൻ ചെയ്തത് എനിക്കായിട്ട്. പുള്ളിക്കാരനാ വേറെ ചില പ്ലാനിങ്സ് ഒക്കെ ഉണ്ട്, നമുക്ക് നോക്കാം. അതുണ്ടോ റിസപ്ഷൻ ഏത് വഴിക്കാ? ഇതുവഴി തന്നെ ആയിരിക്കും അല്ലേ? ഇവിടെ ഇതിൻ്റെ അകത്തൊക്കെയാണ് നമ്മൾ ആക്ച്വലി പോകാൻ പോകുന്നത്. എത്രത്തോളം കാണാൻ പറ്റുമോ എനിക്കറിയത്തില്ല. ഇതിൻ്റെ അകത്ത് ചെസ്സ് കളിക്കാൻ പറ്റും കേട്ടോ. സ്നൂക്കറൊക്കെ ഉണ്ടെന്ന് നോക്കിയിട്ടൊക്കെ വരുവാ. നമുക്ക് 45 minutes ഉണ്ടോ? ഞാൻ നമുക്ക് യൂട്യൂബ് സൈറ്റും ചോദിച്ചിട്ടുണ്ട്, ഇൻസ്റ്റാ റീൽ സൈറ്റും ചോദിച്ചിട്ടുണ്ട്. രണ്ടും നോക്കാം, അപ്പോൾ സെറ്റാവും. നമുക്ക് എന്തായാലും യൂട്യൂബ് വീഡിയോ വരെ ഉള്ളത് നമുക്ക് ബെന്നിച്ചേട്ടൻ സെറ്റാക്കി തന്നിട്ടുണ്ട്. ബെന്നി റോയൽ ടൂർ സെറ്റാക്കി തന്നിട്ടുണ്ട്. നമ്മൾ ഇൻസ്റ്റയുടെ മാത്രം നമ്മളിവിടെ വന്നിട്ടാണ് അറിയുന്നത് വീടിനും. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഞാനും അശ്വിനും എടുക്കുകയാണ്. അശ്വിന് സെപ്പറേറ്റ് ഇൻഡിവിജ്വൽ ഷോട്ട്, എനിക്ക് ഇൻഡിവിജ്വൽ ഷോട്ടായിട്ട്. സോ ലെറ്റ്സ് സീ. സോ ഇൻസ്റ്റാ റീലിൻ്റെ പേയ്മെൻറ്റും ഡണ്ണായി. നമ്മുടെ അവർ വിളിക്കുന്നുണ്ട് അങ്ങോട്ട് പോകാൻ. ഇത്രയും നേരം എല്ലാം ഫാസ്റ്റായിട്ട് ചെയ്തിട്ട് വിളിക്കാൻ സമയമാകുമ്പോൾ മാത്രം അശ്വിൻ ഒരു കാര്യമില്ലാത്ത കാര്യം ഡിലേ അടിക്കുന്നുണ്ട്. എന്തിനാണ് അശ്വിൻ ഡിലേ അടിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. പേടി ഉണ്ടാവും, പക്ഷേ എന്നും പറഞ്ഞ് ഇത്രയും നേരം ജോളിയായിട്ടിരിക്കുന്നത്. ഇപ്പോൾ അശ്വിൻ്റെ ഇത് വരാൻ പറഞ്ഞപ്പോൾ ഈസി ആയിട്ട് വരാൻ പറ്റുന്നൊരു വഴി വിട്ട് ചുറ്റി കറങ്ങിയൊക്കെ പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ എന്തിനാ അങ്ങനെ കറങ്ങി വരുന്നത്, വെറുതെ എന്നൊക്കെ. ഓക്കെ 9 6.5. ചോദിക്കല്ലേ, എനിക്ക് പേടി. പക്ഷെ ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് സൈസ് അറിയില്ല എന്നൊക്കെ ആയിപ്പോ. Good. It should be tight only, right? Yeah. It should be tight, right? Yes. Yeah, then it's correct. Correct. Yes. My fingers are a little outside, that's okay, right? Yes. All right. Take it off. ഊരി കൊടുക്കാൻ. ഇത് ഊരിയാ തീർന്നല്ലേ?
അങ്ങനെയൊന്നും ഇല്ല എന്തോ പറയണത്. ഊരിപ്പോയി ചത്തോവില്ലേ? എന്തോ ഇതിട്ടിട്ട് സ്ക്യൂബയ്ക്ക് മോൾദീവ്സിൽ വന്ന് വലിയ നീന്തൽ കാണിച്ച പോലെയാണ് പറയണേ. ഇതിട്ടുണ്ടല്ലേ താൻ ആ സ്ക്യൂബയ്ക്ക് വന്നേ. പക്ഷെ ഒരു അരമണിക്കൂർ കരഞ്ഞിട്ടാണ് ഞാൻ സ്കൂളിൽ പോയത്. സ്വിമ്മിങ് സൂട്ട് മാത്രം നമ്മൾ കൊണ്ടുവരണം, ബാക്കിയെല്ലാം അതിനുള്ള ഗിയർ ഐറ്റംസ് ഒക്കെ ഇവർ തന്നെ തരും. അത് അവരെന്നെ തരും തോന്നുന്നു ഇതൊക്കെ. നോ ഇതൊക്കെ ഐ എം ഷുവർ റെൻറ്റഡ് സാധനങ്ങളാണ്, നമ്മൾ പൈസ കൊടുക്കുന്നത്. ഇതൊക്കെ മറ്റേ ഡീപ്പ് പ്രൈവേഴ്സ് നല്ലതാണ്. For you, maybe Scout. Let's see. നീന്തൽ അറിഞ്ഞൂടോ സാറേ, പറ്റിച്ചോടെ വന്നതാണ്. നിങ്ങളെല്ലാവരും പറ്റിച്ചാണ് ഞാൻ വന്നത്. നിങ്ങളെല്ലാവരും പറ്റിച്ചു. എന്നിട്ട് ഞാൻ അടങ്ങിയിരിക്കില്ല കേട്ടോ വീട്ടില്. എനിക്കിതൊക്കെയാണ് ഇഷ്ടം. Try this. Just put it in your face. Inhale. Inhale your hand. Inhale. Good. Thank you. അപ്പൊ ഒരു ഉയിര് പോയില്ലേ ഇച്ചിരി? ചെറുതായിട്ട് ഞാൻ ചത്തിട്ട് തിരിച്ചു. ഓക്കെ I mean the white suit. നമ്മളിങ്ങനെ ഒരു സെക്കൻഡ് ഒന്ന് അളന്ന് ഒരു നോക്കിയിട്ട്. ഇന്റൻസ് ആയി പോയി. ഓക്കെ White suit. എനിക്ക് So the suit we have to bring, right? The swimming costume. If you have underwear, you wear it, and then No, I have a swimming costume, swimsuit. swimsuit. Yes, I have one. Is it like, can we wear that? Yeah, you can wear, and then on the top of our Okay. wetsuit. Okay, so that's separate payable? No, No, it's it's all. included. All right, okay, fine. അപ്പൊ fine. സ്റ്റൈലായിട്ട് പോവാം. You need to bring your own body only. Just the body is it? Yes. Okay. So what's your name? Jet. Jethro. Yes. Okay, would you please say hi to my YouTube vlog? Hi. Yeah, I have around 8 lakh subscribers, so the video is going to be a good. Yeah. Yeah, it's going to get a good mileage. Thank you. എനിക്ക് നീന്തൽ അറിയാവുന്ന He doesn't know much of swimming. Is it fine? I know swimming very well. He just knows a little bit, like the Okay. basic thing. So you need to follow what is the instruction of Correct. the instructor. Don't be panic. Yeah, he has already done scuba in Maldives. He has done it in scuba. Okay. In sea, he has done. Okay, no problem. If you Yeah, but then he already- panicked a little too much there. Like for 10 minutes he was panicking, Yeah, and then he okay. went inside. But here he's like, it's not a sea, it's just pool, so I'm fine. Yeah. But then he's confused whether he should know expert swimming It depends because maybe if you see the depth. deep, Yeah, no, the depth is fine for him. That's Depth fine is for okay for him. He's just thinking whether if he doesn't know swimming, if would there be like a problem. yeah, okay. Okay, yeah. Okay, let's go in the changing room. All right, sure. എന്താണ് അവസാനം വരെ അറിഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ലെന്ന് നമുക്ക് തന്റെ ബാഗ് പറഞ്ഞില്ലേ? അവസാനം വരെ ആ ഒരു ഉത്തരം തന്നില്ല. ഉത്തരം തന്നില്ല. അച്ഛാ നോക്കാം ചെയ്യും. അങ്ങ് വരാൻ പറഞ്ഞു പോരിങ് പോരെ. അത് ഞാൻ ജീവനോട് വരുമില്ല നോക്കാം. അല്ലെങ്കിൽ അക്ഷയ ഗണേശന്റെ അവസാനത്തെ വ്ളോഗായിരിക്കും. ഓക്കെ പറഞ്ഞേക്ക്. Also the video they take, no? So ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം ഫോർ ദ ഡീപ് ഡൈവ്. അശ്വിനെ ഇനിയിപ്പോൾ ഇത് നോക്കണം. അശ്വിൻ ഓൾ സെറ്റ്? എല്ലാം സെറ്റാണ്. സ്ട്രെസ് ഉണ്ടോ? നല്ല ശ്വസമുണ്ട്, നല്ല വേദനയുണ്ട്. ഒരു 10 വട്ടം അവൻ ചോദിച്ചു സ്വിമ്മിങ് അറിയണോ, പക്ഷെ ആരും പ്രത്യേകിച്ച് ഒരു ഉത്തരം പ്രത്യേകിച്ച് അറിഞ്ഞൂടാന്ന് മാത്രം അവിടെ ഇവിടെ പറയുന്നത്. നിന്നും വിട്ടൊരു ഉത്തരം തരുന്നില്ല. എന്താണ് നോക്കി നോക്കാം ഇനി. ഞാൻ പോയിട്ട് പറഞ്ഞുതരാം. നീ അറിയണോ? എക്സ്പീരിയൻസ് ഒക്കെ അല്ലേ? ആ, അല്ല എക്സ്പീരിയൻസ് നമ്മുടെ സാധനങ്ങൾ അഫ്കോഴ്സ് നമ്മൾ വീഡിയോ ആയിട്ട് കയറ്റി ഇതിനകത്ത്. ആ. സോ അത് നിങ്ങൾ കണ്ടോളൂ. ഹായ്. Just wait for a minute. ഷുവർ. പുള്ളിക്കാരൻ്റെ പേരുണ്ടായിരുന്നു, ഞാൻ മറന്നു. ഗോപ്രോയാ? അങ്ങനത്തെ ഒരു പേരുണ്ടായിരുന്നു, ഒരു സ്പെഷ്യൽ നെയിമായിരുന്നു, എനിക്ക് മനസ്സിലായില്ല. നെഞ്ചടി കൂടിക്കൊണ്ട് വരുവാണ് എനിക്ക്. അയ്യോ നമ്മൾ വന്ന സ്ഥലത്ത് തന്നെ ഉണ്ടോ? യെസ് മനസ്സിലായി. നമ്മൾ ജീവൻ പണയം വെച്ച് സ്വിമ്മിങ് കോസ്റ്റ്യൂം ഒക്കെ വാങ്ങിച്ചേട്ടോ വന്നത്. കാരണം ഇവിടെ കോസ്റ്റ്യൂം ഇൻക്ലൂഡഡ് ആയിരിക്കത്തില്ല എന്ന് നമ്മളോട് പറഞ്ഞു. ചമ്മിപ്പോയി നമ്മൾ. പക്ഷേ ഈ ഡ്രസ്സ് ഇൻക്ലൂഡഡ് ആയിരുന്നു. ഓക്കെ, നമ്മൾ മുകളിലോട്ട് പോവുകയാണ്. ലിഫ്റ്റിനകത്ത് കയറിയിട്ടുണ്ട്. ഓൾ സെറ്റ് ടു ഡൈവ്. ഞാൻ ഇപ്പോഴും ചോദിക്കുകയാണ്. അയ്യോ
ഇതാണ് അതിൻ്റെ മേൽഭാഗം. ഒരു സാധാരണ പൂള് പോലെ ഇരിക്കും, പക്ഷെ താഴോട്ട് 200 അടിയാണ് അതിൻ്റെ ഡെപ്ത്. ഒന്ന് വീണാ എങ്ങനെ ഇരിക്കും? ഇവിടെ ഡൈവിനുള്ള ഐറ്റംസ് ആണ് ഇതെല്ലാം. ഇത് നമ്മുടെ ട്രെയിനറാണ് അശ്വിൻ. പൊക്കം, ഗിയർ അപ്പ് അശ്വിൻ. Smile, Ashwin. Okay. How do you feel your shoulders? Is it? It's correct. It's nice. Yes. ടൈറ്റ് ആയിട്ടിരിക്കുവാണോ? എല്ലാം ടൈറ്റ് ആണല്ലോ. Yeah. You can take it off. எனக்கு நம்ம ஒரு இங்கிலீஷே புரியாது. இனிமே அமெரிக்கன் இங்கிலீஷ் வேற. Ashwin, smile. നീ എന്താണ് എക്സൈറ്റഡ് ആണോ നീ? ആ, തന്നെക്കാൾ എന്തായാലും ആണ്. സാധാരണ വൺ ഓഫ് മൈ ബക്കറ്റ് ലിസ്റ്റ് ഡൂഡ്. ഇങ്ങനെ സാധനം ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞതായിരുന്നു. എന്നാ തന്റെ ബക്കറ്റ് കയറ്റായിരുന്നല്ലോ. സൂട്ടിൽ അശ്വിൻ ശ്രദ്ധിക്കാത്തൊരു സംഭവം കണ്ടോ? എന്ത് വേണോ? ഇനി എനിക്ക് പേടിയില്ല കേട്ടോ. ഈ പേടിയില്ല. ബക്കറ്റ് ലിസ്റ്റ് അങ്ങനെ പൂർത്തിയാവാൻ പോവുകയാണ് ഏകാണ്ട് നിമിഷങ്ങളിൽ. എങ്ങനെയുണ്ട്? അതെ, കുറെ മലയാളീസിനെ നമ്മളെ കണ്ടില്ലേ? അതെ, പക്ഷെ അവരൊരു ഉത്തരം പറഞ്ഞില്ല. കൊള്ളാം കേട്ടോ, കാണാൻ അടിപൊളി. How do you feel your shoulder? Comfortable? Yes. Okay. അത്രേ ഉള്ളൂ. ഒന്നോ പോര്. നമ്മൾ ആദ്യത്തെ ബേസിക്സ് ഒക്കെ പറഞ്ഞു തന്നു. നമ്മൾ ചാടാൻ പോവുകയാണ്. ബൈ ഗൈസ്, ബൈ. അശ്വിൻ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. So beautiful. Wow. So you can see the yellow house over there. Yes. And the roof of the yellow house is 12 meters. Our maximum depth. Okay. Okay. So we will start here. Okay. Directly go there. Then we start swimming around. So we go up. We are going to discover the 5-meter area, and we will finish our dive. Okay? Okay. So, the conditions are. സോ നമ്മൾ സ്ക്യൂബ ചെയ്യാൻ പോയ സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, നമ്മൾ അവിടെ നിന്ന് കയറിയപ്പോൾ നമ്മുടെ വാ ഭയങ്കര ഒട്ടി വരണ്ടിരിക്കുകയായിരുന്നു. പ്ലസ് അത് കടലും കൂടെ ആയിരുന്നു. ഇത് കടലാണ്. You know my drama teacher, he's also now lives in Kerala. He's also into movies and stuff like that. Me? You know Somasundram? Guru Somasundram? Oh yeah, I've heard. You can stand up. Yep. Little bit heavy. Yes. Not too much. You can do it. You can sit back now. Fine. I think it feels good. Comfortable? Yes. So that one should go on there. So connect your head a little bit down because must will be in the middle. Okay. So yeah, put it in the middle. ഹലോ, ഞാൻ ദിയ കൃഷ്ണ. സോ നമ്മളിപ്പോൾ ഡീപ്പസ്റ്റ് പൂൾ ഇൻ ദ വേൾഡിലാണ്. ഇത് നമ്മുടെ രണ്ടുപേരുടെയും ബക്കറ്റ് ലിസ്റ്റ് ഉണ്ടായിരുന്നതാണ്, പ്രത്യേകിച്ചും എൻ്റെത്. സോ ഫൈനലി ഈ ഒരു ലൊക്കേഷനിൽ എത്താൻ പറ്റുന്നത് ഞാൻ വരും. ലൈക്ക് എ ഡ്രീം കം ട്രൂ. ഐ എം സോ എക്സൈറ്റഡ് ടു ബി ഡൂയിങ് ദിസ്. ഹൗ എക്സൈറ്റഡ് ആർ യു? I'm so excited. I'm so nervous. Yeah, he's a little nervous also.
But yeah, I hope the experience would be fantastic. അപ്പോൾ എനിക്കങ്ങോട്ട് സത്യം പറഞ്ഞാൽ കണ്ടപ്പോൾ തൊട്ട് I just want to like jump into it. So ഇപ്പോഴാണ് നമുക്ക് ട്രെയിനർ എല്ലാം പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ. നമ്മൾ ആദ്യം ഒന്ന് ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ടായിരിക്കും അകത്തോട്ട് ഇറക്കുന്നത്. സോ ആദ്യം ട്രെയിനിങ്ങും എല്ലാം കഴിയട്ടെ, എല്ലാം നമുക്ക് പറ്റുന്നത്രയും വീഡിയോയിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഐ ഹോപ്പ് യു ഓൾ എൻജോയ്. Okay, let's get to it. പക്ഷെ അല്ലാതെ ഇറ്റ്സ് ടോട്ടലി ഗുഡ്. ഹൗ ഡിഡ് യു ഫീൽ? ഞാൻ ജീവനോട് തിരിച്ചെത്തി, ജീവനോട് തിരുമ്പി വന്നിട്ടേ. ഓക്കെ, സോ എനിക്ക് അകത്തോട്ട് പോയ ഒരു സമയത്ത് ബിഗിനിങ് ഒരു ഇച്ചിരി ഒരു പേടിയൊക്കെ വന്നായിരുന്നു. കാരണം എനിക്ക് പെട്ടെന്ന് നിൽക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നു. പെട്ടെന്ന് ഞാൻ വിചാരിച്ച അത്ര എളുപ്പമായിരുന്നില്ല. കുറച്ച് സമയം എടുത്തെടുത്താണ് നോർമലൈസ് ആയത്. അവിടെ പിടിച്ചൊക്കെ വരാൻ പറ്റിയത്. എനിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് താഴോട്ട് പോയപ്പോൾ അടിപൊളി. എനിക്കറിയാൻ ഒരു ഒന്നും പറ്റാൻ പോണില്ല എന്നൊക്കെ. പിന്നെ കടൽ രസമായി ഞാൻ. അതുകൊണ്ട് എന്നോട് ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആട്ടോ, ഒരു രക്ഷയില്ല. ഹി വാസ് വെരി 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 ഗുഡ് വിത്ത് അസ്. ലൈക്ക് കറക്റ്റ് ആയിട്ട് എല്ലാം പറഞ്ഞു തന്നു. നമുക്ക് പ്രോംപ്റ്റ് ആയിട്ട് എല്ലാം ടക്ക് നമുക്ക് അതിന് ഈസി ആയിട്ട് പറഞ്ഞു തന്നു. ഒന്നും ഡിഫിക്കൽട്ട് ആയിട്ട് ഫീൽ ചെയ്തതില്ല. ടെൻഷൻ ആയില്ല, പാനിക് ആയില്ല, ഒന്നും ആയില്ല. ഭയങ്കര ഒരു റിലാക്സ് ചെയ്ത് പറഞ്ഞു തന്നു ട്രെയിനർ. It's good. So I can't wait to show you all the footage. I'm really excited. Okay, so നമ്മുടെ ഡൈവ് എല്ലാം കഴിഞ്ഞു. നമ്മളൊരു നല്ല റിച്ച് ആൾക്കാരെ ഇവിടെ റോബൊക്കെ ഇട്ട്. ഹലോ, റിച്ച് വൈബ്സ് ഉള്ളി. അപ്പോൾ നമ്മൾ താഴേക്ക് പോയി. എനിക്കാണെങ്കിൽ മുട്ടിയിട്ട് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 45 മിനിറ്റ് ഞാൻ എൻ്റെ മുള്ളൽ ടെൻഡൻസിയൊക്കെ ഇങ്ങനെ കടിച്ചു പിടിച്ച് വെച്ചേക്കുക. ഓടി താഴെ പോയി ഞാൻ ഒന്ന് ബാക്ക് ടു മൈ നോർമൽ ക്ലോത്ത്സ് ആവട്ടെ. കാരണം മുടി ജസ്റ്റ് ഒന്ന് ഷവർ ചെയ്യേണ്ട വരുമല്ലേ? അല്ല വേണ്ടല്ലേ, തുടച്ചു വിടാം അല്ലേ? എനിവേസ് എടോ ലോക്കറിനകത്താണ് ടവലിരിക്കുന്നത്.
താൻ ലോക്കർ ഏതെങ്കിലും റാൻഡം ലോക്കർ തുറന്ന് ടവല് കിട്ടും, അതെടുത്ത് തുടയ്ക്കും. ഓക്കെ, അപ്പം നമുക്ക് താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ, അപ്പം നമുക്ക് താഴെ പോയി ഡ്രസ്സൊക്കെ മാറി വന്നതിന് ശേഷം കാണാം. അല്ലേ അശ്വിൻ? ദാഹിച്ചിട്ട് വയ്യല്ലേ? എനിക്കും സഹിക്കാൻ പറ്റില്ല. എന്റെ മസ്കാരയൊക്കെ സ്പ്രെഡായി എയർലായി. ഓക്കെ, അപ്പൊ താഴെ ഡ്രസ്സ് ഇട്ട് തരാം. ബൈ ബൈ ബൈ. കം അശ്വിൻ കം. ഇവിടെ കൂടെയൊക്കെയാണ് നമ്മൾ നീന്തിക്കൊണ്ടിരുന്നത്. എവിടെയാ എന്റെ ബാത്റൂം? ആ അതെ, അപ്പുറത്താ. വാ. ഹാപ്പി? Very happy. All thanks to Benny Royal Juice. And to my Kannamma. Yes, and Benny ചേട്ടനോട് സ്പെഷ്യൽ താങ്ക്സ്. എന്തായാലും എൻ്റെ വിശേഷങ്ങളൊക്കെ നാട്ടിലെത്തിയിട്ട് എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ ഡ്രസ് ചെയ്തിട്ട് വരാം. ബൈ ബൈ. ഇവിടെ നമ്മളോട് സ്വീറ്റ് എടുത്തോളാൻ പറഞ്ഞായിരുന്നു. അശ്വിൻ സ്വീറ്റ് വേണോ? എടുത്തോളണം. എടുത്തോളണം. ഞാൻ ഒന്നാ ചടയ്ക്കോ? സ്മെൽസ് ഗുഡ്. നട്ടുണ്ട്, ഞാൻ മരിച്ചു. നട്ടുണ്ട്, ഞാൻ മരിച്ചു. നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നല്ല മിന്നലും കുറച്ച് മഴയൊക്കെ ഉണ്ട്. നല്ല തണുപ്പല്ലേ ഇവിടെ വെളിയിൽ? ഭയങ്കര തണുപ്പ്. എൻ്റെ മേക്കപ്പ് എല്ലാം പോയി, എൻ്റെ ചുണ്ടൊക്കെ ഡ്രൈ ആയി. ഐ എം സോ ഹംഗ്രി. നമുക്ക് ഓടി ഹോട്ടലിലോട്ട് പോയിട്ട്, അതാണ് നമ്മുടെ കാറ്. നമുക്ക് ഓടി ഹോട്ടലിൽ പോയിട്ട് ഹോട്ടലിലെ ഫുഡെങ്കിൽ ഹോട്ടലിലെ ഫുഡ് എന്തെങ്കിലും ആവട്ടെ അല്ലേ? ഓക്കെ, അങ്ങനെ നമ്മള് നമ്മുടെ ഹോട്ടലിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള റീഫ് മോളിലേക്ക് വന്നിട്ടുണ്ട്. അശ്വിൻ ഗണേശ് ബാക്കിൽ ടീഷർട്ടൊക്കെ മാറ്റി സെറ്റ് ആയിരിക്കുകയാണ്. ഞാൻ മാത്രം ഇട്ടുണ്ടെന്ന് അതേ ഉടുപ്പോട്ട് മേക്കപ്പും എല്ലാം പോയി. എന്നിട്ട് എന്ത് ഭംഗി കാണാൻ, ഒരു രക്ഷയില്ല. വാ, അപ്പൊ നമുക്ക് പോയി സൂപ്പർ മാർക്കറ്റിൽ സ്ട്രോബെറി വാങ്ങിക്കാം. ഇറങ്ങും. സോ അങ്ങനെ നമ്മള് കേറുവാണ്. ഇവിടെ ഇത്രയും ക്രൗഡഡ് അല്ല കേട്ടോ. എനിക്കും ദേക്കും ക്രൗഡഡ് അല്ലാത്ത മോൾസ് ആണ് ഇഷ്ടം. എന്ത് ഭംഗി. ലിപ്സ്റ്റിക് ഒക്കെ മേടിക്കാനും പിന്നെ രാത്രി കുറച്ച് കഴിക്കാൻ കുറച്ച് സ്നാക്സും മറ്റു കാര്യങ്ങളെല്ലാം വേണം അല്ലേ? അപ്പം സ്ട്രോബെറി വേറെ ഒന്നുമില്ലെങ്കിൽ എനിക്ക് കറുമുറ ഐറ്റം വേണം. എനിക്ക് അതാ ഇഷ്ടം. സ്ട്രോബെറി നല്ല കറുമുറ ഐറ്റംസ്. അയ്യോ, എന്റെ മുഖം ഡള്ളായി പോയി. ഈ ഫോറിനിലേക്ക് കിട്ടുന്ന ചീറ്റോസ് ഒക്കെ ഉണ്ട് കേട്ടാ. അതൊക്കെ ഇത് ഫോറിൻ കൺട്രി ആണ്. അത് തന്നെ. അപ്പോൾ അതൊന്നും കഴിക്കാൻ പാടില്ലെന്ന് അറിയാം, പക്ഷെ എന്നാൽ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ചുമ്മാ അത് കഴിച്ച് നമുക്ക് നോക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ ആ കടയിൽ ടീഷർട്സ് ഒക്കെ കിട്ടും. നെസ്റ്റോ സൂപ്പർ മാർക്കറ്റിലെത്തി. ആ കട ഔട്ട്ലെറ്റ്സ് അല്ലേ, അവിടെ കിട്ടും. ശരി ഓക്കെ. இந்த ஆமாம் இந்த சின்ன பக்கெட் எடுக்கும்போ என்ட்ரன்ஸ் இது இதான் என்ட்ரன்ஸ். 3 കവർ നിറയെ സ്നാക്സ് ഒക്കെ മേടിച്ച്, പക്ഷേ ഇതൊക്കെ വാങ്ങിച്ചിട്ട് എൻ്റെ സ്ട്രോബെറി കിട്ടിയിട്ടില്ല. സോ സ്ട്രോബെറി കിട്ടിയതൊരു സൂപ്പർ മാർക്കറ്റിലേക്ക് തപ്പി പോവുകയാണ്. അങ്ങനെ ഒരു സ്ട്രോബെറി മേടിക്കാൻ വന്ന ഞാൻ ഒരു ബാസ്ക്കറ്റ് നിറച്ച് സാധനം മേടിച്ചു. പിന്നെ ഇവിടെ ലെമൺ ഐസ് ടീ ഉണ്ടോ എന്ന് നോക്കാൻ വന്നു. ലിപ്റ്റൺ ഒരെണ്ണം. ഓക്കെ, ഇത്രയൊക്കെ നോക്കിയിട്ട് എനിക്ക് എൻ്റെ ലിപ്റ്റിൻ്റെ മാത്രമേ കിട്ടുള്ളൂ. ലിപ്സ്റ്റിക് ഒന്നും കിട്ടിയില്ല. ആ ഒരു സങ്കടം ഉണ്ട് എനിക്ക്. എന്നാലും കുഴപ്പമില്ല, അറ്റ്ലീസ്റ്റ് സ്ട്രോബെറി കിട്ടിയല്ലോ. ലിപ്സ്റ്റിക് കിട്ടിയില്ല. ലിപ്സ്റ്റിക് ഇല്ലാതെ അടിപൊളിയല്ലേ, ഒന്ന് പറഞ്ഞേക്കണേ കേട്ടോ. ലിപ്സ്റ്റിക് അടിപൊളി, ലിപ്സ്റ്റിക് ഇല്ലാതെ അടിപൊളി. ഐ വാണ്ട് ലിപ്സ്റ്റിക്, ഐ ലൈക്ക് ലിപ്സ്റ്റിക്. അത് ആ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് വന്നപ്പോൾ തൊട്ട് എൻ്റെ ചുണ്ട് വൈറ്റായി, ഡീഹൈഡ്രേറ്റഡ് ആയിട്ട്. ഓക്കെ, സോ ഒരു ലിപ് ടിൻറ്റ് കിട്ടിയായിരുന്നു. നാച്ചുറൽ റോസി ലിപ്സ് എന്നൊക്കെ പറഞ്ഞവർ എഴുതി വെച്ചിരുന്നു. ഞാനൊക്കെ രണ്ടും കൽപ്പിച്ചൊക്കെ വാങ്ങിച്ചു. അറ്റ്ലീസ്റ്റ് ഒരു ചെറിയ ടിൻറ്റ് ഇരിക്കട്ടെ എന്ന് വെച്ചു. ഞാൻ അവിടെ കുറേ നേരം കൊണ്ട് സാധനം വാങ്ങിച്ചിട്ട് നിൽക്കായിരുന്നു. അശ്വിൻ ഗണേശ് ഇതാ വരുന്നു അതിനകത്തോട്ട് എങ്ങോട്ടൊക്കെ കയറിപ്പോയി. എനിക്ക് മനസ്സിലായില്ല ഇയാളെന്ത്, പക്ഷേ ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് ഞാൻ കാണാതിരിക്കാൻ അയാൾ എന്തോ കള്ളത്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ തന്നെ അയാളുടെ അടുത്തോട്ട് അങ്ങോട്ട് ചെന്നില്ല. പിന്നെ നോക്കിയപ്പോഴാണ് കടയിൽ നിന്ന് ഇറങ്ങി വരും ആളൊരു വലിയ ഒരു ഗിഫ്റ്റ് റാപ്പ് ഒക്കെ ചെയ്തൊരു സാധനമൊക്കെ കൊണ്ട് ഇറങ്ങി വരുവാ.
അപ്പോൾ ഞാൻ ഗിഫ്റ്റ് ഞാൻ വെച്ച് അപ്പം തന്നെ എടുത്ത് ടക്കെന്ന് തുറക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ അപ്പോഴും തുറക്കാൻ സമ്മതിച്ചില്ല. അയ്യോ, അവിടെ വഴി ഫുൾ വെള്ളം. മഴ പെയ്ത ദുബായിയുടെ അവസ്ഥയാണ് കേട്ടോ ഇത്. ഏതാണ് ഗിഫ്റ്റ്? പക്ഷെ 13-ാം തീയതി രാത്രി തുറക്കാൻ സമ്മതിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ റാണി ചേച്ചിയെ വീണ്ടും മീറ്റ് ചെയ്ത് നമ്മളിത് ഡിന്നർ കഴിക്കാനായി പോകുന്നു. ഞാൻ ഡ്രസ് ചേഞ്ച് ഒക്കെ ചെയ്ത് നമ്മൾ ഡ്രസ് ചേഞ്ച് ചെയ്ത് കാണിച്ചു തരാം. അടിപൊളിയാണ്. മേക്കപ്പ് ഒക്കെ ഇടാൻ പറ്റിയ സന്തോഷത്തിലാണ് സ്റ്റേ കിട്ടി. പക്ഷെ എനിക്ക് മേക്കപ്പ് ഇടാത്ത ലുക്ക് ഇഷ്ടമാണ് കേട്ടോ. അത് ഭയങ്കര ഒരു രസമാണ്. നമ്മൾ ഡിന്നറൊക്കെ കഴിച്ചിട്ട് ഇപ്പോൾ ഒരു മോളിലേക്ക് വന്നു. മോളുടെ പേരെന്താണോ? സിറ്റി സെന്റർ ദേറ. സിറ്റി സെന്റർ ദെഹറ. ഓക്കെ, ഞാൻ ആദ്യം ഒരു കടയിൽ നിന്ന് വാങ്ങിച്ച സ്ട്രോബെറി എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചില്ല. അപ്പോൾ ഇവിടെ നല്ല സ്ട്രോബെറി കിട്ടുമായിരിക്കും എന്ന് വെച്ച് ഇങ്ങോട്ട് വന്നതാ. നോക്കാം. എൻ്റെ ഒരു 7ാമത്തെ ഹായ് പറയടോ. സെട്രിസിൻ വാങ്ങിക്കാൻ നമ്മളൊരു മെഡിക്കൽ ഷോപ്പിനകത്ത് കയറി മോളിൽ തന്നെ. മരുന്ന് മേടിക്കാൻ കയറി ഞാൻ വേറെ എന്തൊക്കെയോ കൂടെ സാധനങ്ങളൊക്കെ എടുത്തോണ്ട് ഇറങ്ങി. ബ്യൂട്ടി പ്രോഡക്ട്സ് എനിക്കും വേണം. ബ്യൂട്ടി പ്രോഡക്ട്സ് വൈബ് തന്നെ, വൈബ് 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 രക്ഷയില്ല. ഈ മോൾ ഇഷ്ടപ്പെട്ടല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ മിനിസോ ഒക്കെ അടച്ചു. അതെ, ആ ഒരു സങ്കടം എനിക്കും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ അടിപൊളി ഡീപ്പ് ഡൈവും കഴിഞ്ഞ് നല്ല ഡിന്നറും കഴിഞ്ഞ് റാണി ചേച്ചിയുടെ കൂടെ അവസാനം ഒരു മോളിലെ കറക്കവും കഴിഞ്ഞ് തിരിച്ചോ നമ്മുടെ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു ഹാഫ് ഓഫ് ദ ഡേ വി ഹാവ് ടു താങ്ക് ബെന്നി റോയൽ ജ്യൂസ്. ബെന്നി ചേട്ടനാണ് ഏറ്റവും കൂടുതൽ താങ്ക്സ് പറയാനുള്ളത്. കാരണം ബെന്നി ചേട്ടൻ വിചാരിച്ചില്ലായിരുന്നു നമുക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു കറക്റ്റ് ആയിട്ടുള്ളൊരു ദുബായ് പ്ലാനിങ് നടക്കത്തില്ലായിരുന്നു. പുള്ളിക്കാരനാണ് ഓൺ ടൈം എല്ലാം നമുക്ക് സെറ്റ് ചെയ്ത് തന്നത്. ഇവിടുത്തെ ലോക്കൽ വെൻഡേഴ്സിനെയൊക്കെ വെച്ച് ടക്കെന്ന് എല്ലാം സെറ്റ് ചെയ്ത് തന്നു. ഈവൻ ദോ ഹി വാസ് ഇൻ അന്റാർട്ടിക്ക, ഹി ഡിഡ് ഹിസ് ലെവൽ ബെസ്റ്റ് ടു നമുക്കൊരു അടിപൊളി ട്രിപ്പ് തരാനായിട്ട്. സോ ഞാൻ എന്തായാലും ഇന്നിപ്പോൾ കിടന്നേ പറ്റുള്ളൂ. കാരണം അത്ര ടയർഡാണ്. എനിക്കിവിടെ വന്നതിന് ശേഷം ഒരു എന്താ പറയുക ഒരു പെർഫെക്റ്റ് ഒരു സ്ലീപ്പ് എനിക്ക് കിട്ടിയിട്ടില്ല. സോ ഐ നീഡ് ദാറ്റ് റെസ്റ്റ്. ബിക്കോസ് നാളെ ഫുള്ള് നമുക്ക് ഓൺ ആയിട്ടുള്ളൊരു ദിവസമാണ്. റീൽ എടുക്കണം, നമ്മുടെ ദുബായ് മോളിൽ പോകണം, ബുർജ് ഖലീഫയുടെ ഏരിയ പോകണം. അപ്പോൾ അശ്വിൻ കണ്ടില്ലാത്ത എല്ലാ സ്ഥലങ്ങളിലും അവനെ നാളെ കൊണ്ടുപോകുന്ന ദിവസം. സോ ഐ ഓൾസോ ഹാവ് ടു ബി റിഫ്രഷ്ഡ്. അപ്പോൾ പോട്ടെ. അപ്പോൾ താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് മൈ വ്ളോഗ്. ഇനിയും കുറേ അടിപൊളി വ്ളോഗ് വരുന്നുണ്ട്. സീ യു ഓൾ മൈ നെക്സ്റ്റ് വ്ളോഗ്. ടിൽ ദെൻ ബൈ.